അടോ ആഘോഷ സാറ് വന്നാൽ ഉടൻ തന്നെ അടിച്ചല്ലേ ആഘോഷ് സാർ വന്നാൽ ഉടനെ നമ്മൾ സ്വീകരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ആഘോഷം അടിപൊളിയാക്കണം. ഞങ്ങളുടെ സാറിന് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ സിനിമ റെയിൽവേ സ്റ്റേഷൻ അറിയാമോ? അതെ. എന്താ പരിപാടി ഇവിടെ? അല്ല സാറേ ഞങ്ങളുടെ സാറ് പറഞ്ഞു ഞങ്ങൾക്ക് സൈലന്റ് ആയിട്ട് ഇവിടെ നിശബ്ദത പാലിക്കണം. അറിയാമോ? റെയിൽവേ സ്റ്റേഷനിൽ നിശബ്ദമായിട്ട് നിൽക്കാണ്. അതെന്ത് പറഞ്ഞാ സാറേ പറഞ്ഞു? ട്രെയിൻ തന്നെ വന്ന അത് തന്നെ ശബ്ദ കോലാഹലം ഉണ്ടാക്കിയത്. ഞങ്ങൾ സൂപ്പർ സ്റ്റാർ തൈരഭിഷേകം നടത്താൻ വന്നവരാ. തൈരഭിഷേകോ? ഇവിടെ സാധാരണ പാലഭിഷേകം അല്ല നടത്തുന്നത്. പാലഭിഷേകമായിരുന്നു. ട്രെയിൻ 2 ദിവസം ലേറ്റ് ആയതുകൊണ്ട് പാല് തൈരായി. അതുകൊണ്ട് തൈരഭിഷേകം. എന്തോ ആയിക്കോട്ട് പോട്ട് ബഹളം ഉണ്ടാക്കാതാ ഇവിടെ നടത്തിക്കൊള്ളാം. അതൊക്കെ പോട്ട് നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കൊണ്ട് കയറായി എടുത്തോടാ. ഇല്ല സാർ ഒരുത്തരം എടുത്തില്ല. സാർ എടുത്തിട്ടുണ്ടോ? എനിക്കെടുക്കേണ്ട ഇല്ലല്ലോ. എടുക്കേണ്ട കാര്യം നിങ്ങളെന്താ കേസ്? നിങ്ങൾ ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് പോലും ഇല്ലാത്ത ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലേ? സിദ്ദിഖ് ലാലിന് ശേഷം ആർ എന്ന ചോദ്യത്തിന് ഉത്തരം മികച്ച സ്ക്രിപ്റ്റ് ആയിട്ട്. പിന്നെ നമ്മള് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. സാറിനെ വെച്ചൊരു പടം എടുക്കണം. സാറിന് ഓസ്കാർ കിട്ടി പടം. സത്യം സാറിന് നമുക്ക് 2 മിനിറ്റ് ഈ കഥ പറയുന്ന കേൾപ്പിച്ചാൽ മതി. അങ്ങനൊന്നും ചെന്ന് ഓടിക്കാൻ കഥ പറയാനൊന്നും പറ്റുന്നില്ല. ആദ്യം ഞങ്ങളുടെ ഫാൻസ് ഉണ്ട്. ഫാൻസിന്റെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖജാജിയാണ്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെ ആദ്യം കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് പുള്ളിക്കാരനെ കഥ എടുക്കും. നിങ്ങൾക്ക് കഥ ഞങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു തരാം. ണെങ്കിൽ നമുക്ക് ഇത് ഒരു അച്ഛനും മകനും. മകന്റെ തല പോടാ വേണ്ട. ഞാൻ ഈ സിനിമ പറഞ്ഞു ഈ പടത്തിന്റെ പേരറിയുമ്പോൾ തന്നെ നിങ്ങൾ പേര് ഞാൻ പറയില്ല. അത് ഞാൻ പറയൂല. നിനക്ക് പറഞ്ഞാൽ എന്റെ പൊண்ணു കേട്ടാ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ ഞാൻ പറയില്ല. ഇത്രയും നേരം ഇവിടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കൂന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പേര് വെച്ചപ്പോ പറയാൻ പറ്റില്ല. ഈ സിനിമയുടെ പേരാണ് ഞാൻ പറയില്ല. അത് മാറ്റണം. അത് പിന്നെ മാറ്റാം. ഞാൻ പറയും. കഥ പറയാനാണ് എനിക്ക് അടുത്തോ. ചേച്ചി ചേട്ടൻ പോട്ടെ. ചേട്ടൻ അവിടെ പോയി പണിയെടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചേച്ചി ട്രെയിൻ പോകും. ചേട്ടൻ പോയി ഈ ട്രെയിന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ജോലിയില്ല. അത് പോയി. വക്കീലൊക്കെ വന്നിട്ടുള്ളൂ. വക്കീലല്ല ഇത്, ടിടിആറാണ്. എന്റെ കൂട്ടുകാരൻ രവി. രവി ഇവൻ എന്റെ കൂടെ പഠിച്ചാണ്. 10ാം ക്ലാസ് തൊട്ട് നീ എങ്ങനെ ടീച്ചറായോ? അത് വേറെ കാര്യമുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടി. അവളങ്ങ് ബാംഗ്ലൂരാ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോവാൻ കാശില്ല. അപ്പൊ അതുകൊണ്ട് ഈ വേഷം ഇട്ട് കള്ള ടിടിആറിന്റെ വേഷത്തിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കള്ള വണ്ടി കയറി പോവും. ടിടിആറല്ലേ? അല്ല, ആരും പറയല്ലേ. ഞാനാരും പറഞ്ഞു ചെലവ്. എന്റെ കൂട്ടുകാരൻ ടിടിആർ. എത്ര നേരമാണെന്നറിയോ? 1:30 ട്രെയിൻ ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ നേരെ പുള്ളി അങ്ങ് പോകും. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങണം. നമ്മൾ മാല ഇടുന്നു, ബൊക്കെ കൊടുക്കുന്നു. നമ്മുടെ ഫാൻസിന്റെ കാര്യം പറയുന്നു. 2 മിനിറ്റ് മതി. ഞങ്ങൾ കഥ പറഞ്ഞോളാം. 2 മിനിറ്റ്. ആദ്യം പുള്ളി ഒന്ന് വരട്ടെ. ഈ പ്രാവശ്യം നമ്മൾ പടം വിജയിപ്പിക്കും. അത് മതി, നമുക്കത് കിട്ടിയാൽ എടാ എടുത്തോണ്ട് പോടാ നിന്റെയൊക്കെ അതും. എന്നാ ജീവിയാണ് സത്യം പറയടി,
നീ എന്തിനാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നേ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഇന്നലെ നിന്റെ രാത്രി നിന്റെ മൊബൈൽ എടുത്ത് നോക്കി. നിങ്ങളുടെ മൊബൈൽ ഞാനും രാത്രി പരിശോധിച്ചു. നിങ്ങൾ എന്തിനാ എന്റെ മൊബൈൽ എടുത്ത് നോക്കാൻ? നിങ്ങൾ ആരാ പറഞ്ഞ എന്റെ മൊബൈൽ എടുത്ത് നോക്കാൻ? നീ 1.5 കാറോടെ അടി പോകുന്നത് ട്രെയിന്. നിങ്ങൾ 1.5 കാരുടെ കൂടെ ട്രെയിനിന് പോകുന്നത്. നീ തിരിച്ചിങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഞാനേ എന്റെ കാമുകൻ ഇപ്പൊ വരും. ഉവ്വ. അയാളുടെ കൂടെ ഞാൻ ഊട്ടിക്ക് പോവാൻ പോവാ. പോവില്ല. ആ, പോവും. അവനെ എന്റെ കൈ കിട്ടിയ. ഹലോ, ഒരു കാര്യം ഇവിടെ സംസാരിച്ചോണ്ടിരിക്കില്ല, എന്റെ ഇടയ്ക്ക് കൊട്ടാതെ. അവനെ എന്റെ കൈ കിട്ടിയ കൂട്ടുകാരെ, ഞങ്ങളൊരു ഫാമിലി ചർച്ച ചെയ്തോണ്ടിരിക്കില്ലേ കാര്യം. വീട്ടിൽ പോയി ചർച്ച ചെയ്യ്. അങ്ങനെ കാര്യങ്ങളാണ്. മിണ്ടരുത്. അവനെ എന്റെ കൈ കിട്ടിയ അങ്ങനെ അങ്ങനെ കൊണ്ടണം. അതല്ല, അവനെ ഞാൻ വലിച്ചീറി 2 ട്രാക്കിലെറി. ഉവ്വ. നിങ്ങൾ പറ, നിന്നെ ആരായാലും അവനെ ഞാൻ പൊക്കൂടി. ആ, അവളെ ഞാനും വെക്കും. ഹലോ സാറേ, സാറേ, ഇവിടുന്ന് 1.5 ഒരു ട്രെയിൻ ഉണ്ടല്ലോ. ഉണ്ടോ? കാണും. ഉണ്ടല്ലോ. ഗുവാഹട്ടി എക്സ്പ്രസ്. ഗുവാഹട്ടി എക്സ്പ്രസ്. ഗുവാഹട്ടി. അത് ഏതുവഴിയാണ് പോകുന്നത്? പാളത്തിലൂടെ പോവും. ആളല്ലെന്ന്. ആ വണ്ടി എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ പോകുന്നത്? എവിടാ ചെല്ലുന്നത്? ചെല്ലുന്ന സ്റ്റേഷനിൽ ചെല്ലും. സ്റ്റേഷൻ എന്ന് മനസ്സിലായി. ഏത് സ്റ്റേഷനിലാണ്? റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലായി. അവിടെ എപ്പോഴാണ് നിർത്തുന്നത്? അങ്ങറ്റത്ത് കൊണ്ടുപോയി നിർത്തുമല്ലോ. ചോപ്പ് കാണുമ്പോ നിർത്തും. ചേട്ടാ വാ, നമുക്ക് മിണ്ടാടി. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കും. ചോപ്പ് കാണുന്നിടത്ത് നിർത്തുന്ന കാര്യമല്ല പറഞ്ഞത്. ഇവിടുന്ന് വണ്ടി എടുക്കുമല്ലോ. എടുക്കണ്ടേ? എടുക്കണം. നിർബന്ധോ? വേണ്ടേ? വണ്ടി എടുക്കണം. 1:30 ഇവിടുന്ന് വണ്ടി എടുക്കും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ തിരുവനന്തപുരം ആണല്ലോ ഇത്. തിരുവനന്തപുരം. എന്താ എഴുതി വെച്ചേക്കുന്നത്? ബേക്കറി. അതിന് താഴെ റെയിൽവേ സ്റ്റേഷന്റെ ബോർഡ്. അതിന് താഴെ തിരുവനന്തപുരം. തിരുവനന്തപുരം ആണല്ലോ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ 1:30 ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുമല്ലോ. ഈ വണ്ടി എടുത്തിട്ട് ട്രെയിൻ പോവല്ലോ. ആളെ കയറ്റിക്കൊണ്ട് അവിടെ ചെന്ന് ഇറങ്ങുന്ന സ്ഥലം ചോദിച്ചത്. ഊട്ടി. ഈ 2 അക്ഷരം പറഞ്ഞായിരുന്നു. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ വായിക്കൂടെ ഞൊരയും പതയും വരത്തില്ല. അതുപോട്ടെ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? എന്റെ ഭാര്യയുടെ മെസ്സേജ് ഞാൻ ഇന്നലെ പൊക്കി. ആണോ? അവനൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോകാൻ തീരുമാനിച്ചേക്കുവാ. 1:30 വണ്ടി നമ്പർ ഉണ്ടോ? ഞാൻ കൂടി ഇടാം മെസ്സേജ്. അതല്ല, ഈ പരിചയമില്ലാത്ത ആൾക്കാർ ഊട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരെ വല്ല ഉണ്ടോ ഒന്ന് പറഞ്ഞു തരണേ. നിൽക്കുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് നോക്കണണ്ട. അവനെ ഈ ഇടയ്ക്കൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അവൻ മിക്കവാറും അങ്ങോട്ടായിരിക്കും. അവളെന്ത് നിനക്ക് വെച്ചിട്ടുണ്ടീ കേട്ടോ. കാലക്കരിച്ചവിട്ടില്ല മാറിപ്പോ. ഇവിടെ കിടന്നുണ്ട് എന്നെ ബഹളോ. ഹിന്ദിക്കാരനാന്ന്, മുഖം കണ്ടിട്ട് ഹിന്ദിക്കാരനാന്ന് തോന്നുന്നു. അരേ ഭായ്, മേരാ വൈഫ് പൊക്കിക്കൊണ്ട് പോകേ. തലയ്ക്കല്ല ഓളം ഉണ്ടോടാ? നീ ഏതാടാ? നീ കൊണ്ടുപോടാ. പിന്നെ നീ കൊണ്ടുപോടാ. നീ ഇതെല്ലാം കൊണ്ടുപോണ്ട. 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. അതല്ല, എന്റെ ഭാര്യ നീ കൊണ്ടുപോകുന്നു. നിന്റെ ഭാര്യ പ്രാന്താനക്ക് നീ എങ്ങോട്ട് വന്നിരിക്കുന്നു? എന്താ കുഴപ്പം പറ. അല്ല, നീ എന്റെ ഭാര്യ അടിച്ചോണ്ട് പോകാൻ വന്നല്ലേ? ഏത് ഭാര്യ? ഇവിടെ ഇതിലെ പേద കരയാമെ കൊണ്ടുവന്നേ. പൊക്കോടാ അവിടുന്ന്. ഹലോ, അരേ ഭായ്, എങ്ങോട്ട് പോകുന്നു? എന്നാ എങ്ങോട്ട് പോകുന്നു? ഊട്ടിക്ക് കിളമ്പറേ. കൊള്ളാടി, കൊള്ളാം. കൊണ്ടുപോവോ? എന്നാ അയ്യാ, എന്നാ പ്രശ്ന? ഇവിടെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ഇവരല്ലെന്ന് പറയുന്നു. അവിടെ ഒരു 10-15 ഒരുമിച്ച് കൂടിയിരിക്കുന്ന. നിങ്ങളെല്ലാരും എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഊട്ടിക്ക് പോവാ. ഊട്ടിക്കോ? വെളിവില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു. അവരെന്തായാലും 1:30 ഇവിടെ വന്ന് ഇറങ്ങുമല്ലോ. അപ്പൊ ഞാൻ കൈയോടെ പൊക്കിയിരിക്കും. അവനെ വലിച്ചു കീറി ഞാൻ പാളത്തിലിട്ടിരിക്കും. ഹലോ, വന്നോ? വന്നോ. ഒരു മിനിറ്റ്, സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഒന്ന് സാർ ഒന്ന് കേൾക്കണം സാർ. ഒന്ന് നോക്കണം സാർ. സ്ക്രിപ്റ്റ് ഒന്ന് നോക്കണം. ഈ സമയത്ത് കണ്ടന്റ് ഇല്ല. വായിച്ചു നോക്കണം സാറേ. 2 മിനിറ്റ് കൊണ്ട് സാറേ കഥാസാരം ഒന്ന് കേട്ടോ. 2 മിനിറ്റ് അടിച്ചോണ്ട് പോവല്ലേ. 1 മിനിറ്റ് കഴിഞ്ഞേ സാറേ എന്ന് പറയുമ്പോ ഒരു സിറ്റി നടക്കുന്ന സംഭവമാണ്.
എങ്ങനെയുണ്ട് സാറേ? ഇത്ര വർഷമായിട്ട് ഇതേ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടേ ഇല്ല. തുടക്കം മുതൽ അവസാനം വരെ ചകാചുക 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 ഒറ്റ ഡയലോഗ് ഇല്ല. അത് ട്രെയിനിൻ്റെത്. സാർ ഒന്ന് കേക്ക് സാറേ. ട്രെയിനിന്റെ അണ്ണ ഇത് ട്രെയിനിന്റെ അടി കിടക്കട്ടെ. ഒരു ഫോട്ടോ എടുത്തോ. ഒരു സെൽഫി. ഫോട്ടോ എടുത്തോ, ഫോട്ടോ മുട്ടരുത് മുട്ടരുത്. ആര് പറഞ്ഞു മുട്ടരുത്? മുട്ടിക്കോ. താങ്ക് യു സാർ, താങ്ക് യു സാർ. മതിയോ? ഒന്നുകൂടി. ഹലോ, എവിടേക്ക് പോകുന്നു? ഞാൻ ഊട്ടിക്ക് പോകുന്നു. ഓക്കെ, അത് കേട്ടാ മതി. എനിക്ക് സിനിമയൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ മെസ്സേജും കണ്ടുപിടിച്ചു. മെസ്സേജ് ഒക്കെ വായിക്കുന്നുണ്ടല്ലേ? പിന്നെ കണ്ടുപിടിച്ചു. അപ്പം ഐശ്വര്യമായിട്ട് ഒന്ന് നീങ്ങി കൊണ്ടുപോയി ജീവിച്ചോ കേട്ടോ. പന്ന പട്ടി ഞങ്ങൾ സൂപ്പർ സ്റ്റാറാണ് ഈ തല്ലിയത്. എന്റെ ഭാര്യ അടിച്ചോണ്ട് പോകുമ്പോ പന്ന പട്ടിയാവും. അടിക്കണം.